നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പിച്ചിപ്പോട്ട് ചിക്കൻ. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കാം. ഇടത്തരം വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായി നുറുക്കിയത്, തക്കാളി ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയത് 2 എണ്ണം, പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത് 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, ഇതുകൂടാതെ വെളിച്ചെണ്ണ, ചിക്കൻ സ്റ്റോക്ക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, പെപ്പർ പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ എന്നിവ കൂടി റെഡിയാക്കി വെക്കണം. ഞാനിവിടെ നാടൻ കോഴി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് കുക്കറിൽ 4 വിസിൽ വെച്ച് വേവിച്ചതാണിത്. ഇനി ഈ വേവിച്ച് വെച്ച ചിക്കൻ എല്ലിൽ നിന്ന് അടർത്തി വേർതിരിച്ച് മാറ്റി വെക്കാം. പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടാവട്ടെ. ഈ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൊത്തി അരിഞ്ഞു വെച്ച സവാളയും ചേർക്കാം. കറിവേപ്പില ഞാൻ എടുത്തിരിക്കുന്നത് മുഴുവനും ഇപ്പം ചേർക്കുന്നില്ല, കുറച്ച് ഭാഗം അവിടെ വെക്കുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട്. കറിവേപ്പില ഇട്ടിരിക്കുന്നുണ്ട്, ഒന്ന് ഇളക്കിയേക്കാം. എല്ലായിടത്തും ഒന്ന് വെളിച്ചെണ്ണ എത്തുന്ന വിധത്തിൽ. നമുക്ക് ഇതിലോട്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചതും കൂടി ചേർക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് പച്ചമണം പോകുന്നവരെ വാട്ടിയെടുക്കാം. ഞാനിവിടെ 2 ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്തൊരു മണം വന്ന് തുടങ്ങണം. നമുക്കിതിലോട്ട് ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നീളം പച്ചമുളക് 2 എണ്ണമാണ് ഇവിടെ അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം.
ഇടത്തരം വലിപ്പത്തിലുള്ള 2 തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും ഈ ഉള്ളി ഒന്ന് മിക്സായി വരുന്ന പരുവത്തിലേക്കാവണം. തീ നമ്മൾ ഏകദേശം മീഡിയത്തിന്റെ കുറച്ച് മുകളിലായിട്ട്, എന്നാൽ ഫുള്ളും അല്ല എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർക്കാവുന്നതാണ്. ഒരു നിറത്തിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അടുത്തത് മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ വറുക്കാത്ത മല്ലിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഈ മല്ലിപ്പൊടിയും ഈ തക്കാളിയും ഒക്കെ ഒരു മിക്സായി വരുന്നതാണ് ഇതിന്റെ ഈ കറിയുടെ ഒരു കൊഴുപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പേരിന് ഗരം മസാലപ്പൊടി, ഒരു ശകലം ജീരകപ്പൊടി. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു സാധനം കുരുമുളക് പൊടിയാണ്. നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. നമുക്ക് ചിക്കനിലേക്ക് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ഇപ്പൊ ചേർക്കുന്നുള്ളൂ. കാരണം ഇപ്പൊ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കി ചേർക്കാം. നമ്മുടെ മസാല ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. തക്കാളി വെന്തിട്ടുണ്ട്, അതുപോലെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. മസാലയൊക്കെ മൂത്ത മണം വരുന്നുണ്ട്. നമ്മൾ പൊളിച്ച് പിച്ചി ചീന്തി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിലോട്ട് ഇപ്പൊ ഇട്ടുകൊടുക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 4 വിസിൽ വെച്ച് വേവിച്ചതാണ്. നമ്മൾ ഈ മസാലയായിട്ട് ചേർന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി മസാലയിൽ നന്നായിട്ട് പെരണ്ട് വരണം. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് എല്ലായിടത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലകൾ പെരണ്ട് വരുന്ന വിധത്തിൽ ചെയ്യാം. കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുന്നവരെ ഒന്ന് അടച്ചു വെക്കാം. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തീ
മീഡിയം ഫ്ലെയിമിൽ നിന്ന് താഴ്ത്തി സിമ്മിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു 2 മിനിറ്റോളം ഇത് അടച്ച് വെച്ച് വേവിച്ചാണ്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. സൈഡിൽ നിന്നൊക്കെ വെളിച്ചെണ്ണയുടെ ഇത് തെളിഞ്ഞു വരുന്നുണ്ട്, വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ വേവിച്ച് വെക്കുമ്പോൾ ഉള്ള ചിക്കൻ്റെ ആ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, ചിക്കൻ്റെ എല്ലാവിധ സത്തുകളും അടങ്ങിയിട്ടുള്ള ആ വെള്ളം, കുറച്ച് വെള്ളം അതിനകത്ത് ചേർത്ത് കൊടുക്കാം. അത് ഇതിനകത്ത് ചേർക്കാം. ചിക്കൻ്റെ എല്ലാ ടേസ്റ്റും ഉള്ളത് മതിയോ? എന്നിട്ട് കുറച്ചുകൂടി പെപ്പർ പൗഡറും കൂടി ചേർക്കാം. ഈ ഒരു ഡിഷിന്റെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വാദ് എന്താണെന്ന് വെച്ചാൽ ഈ കുരുമുളകിന്റെ നല്ലൊരു എരിവ് ഉണ്ടാവണം, പിന്നെ ആ കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ. ഇനി നമുക്ക് ഇതിനകത്ത് ഒഴിച്ച ഈ ചിക്കൻ സ്റ്റോക്കിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് വരുന്ന പരുവത്തിലേക്കായി കഴിഞ്ഞാൽ നമുക്ക് മല്ലിയിലയും ബാക്കി കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഇറക്കി വെച്ച് സെർവ് ചെയ്യാം. തീ കുറച്ച് കൂട്ടി വെക്കാം. മല്ലിയില ഞാൻ ചേർത്താണ്. ഇപ്പം വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ബാക്കി ഞാൻ നേരത്തെ മാറ്റി വെച്ച കറിവേപ്പില കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തും ഇളക്കി നന്നായിട്ട് ഇതിനകത്ത് ആ ഒരു മസാലയും ആ ഒരു വെളിച്ചെണ്ണേനകത്ത് കിടന്ന് കുറച്ചൊന്ന് എരിഞ്ഞു വരുന്ന വിധത്തിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഈ ഒരു പാകത്തിന് നമുക്ക് ഇറക്കി വെക്കാം. കാരണം ചപ്പാത്തി കുറച്ച് ഡ്രൈ ആകുന്ന സമയത്ത് ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഈ സ്റ്റാർട്ടർ പോലെ കഴിക്കാനാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിച്ചിപ്പോട്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം.